നമസ്കാരം. ഇന്നൊരു ഡെസേർട്ട് റെസിപ്പിയാണ് കോക്കനട്ട് പുഡിംഗ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു പുഡിംഗാണ് കോക്കനട്ട് പുഡിംഗ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. പുഡിംഗ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 5 ടീസ്പൂൺ ജലാറ്റിൻ പൗഡർ എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ അളവിൽ പറയുവാണെങ്കിൽ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വരും. ജലാറ്റിൻ എപ്പോഴും ഫ്ലേവറുകളൊന്നും ചേർക്കാത്ത അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ജലാറ്റിനാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 100 മില്ലി വെള്ളം ഒഴിച്ച് ഇളക്കുക. ജലാറ്റിൻ്റെ അളവിൻ്റെ 4 ഇരട്ടിയാണ് വെള്ളം ഒഴിക്കേണ്ടത്. നമ്മളിവിടെ 5 ടീസ്പൂൺ ജലാറ്റിനാണ് എടുത്തത്. 5 ടീസ്പൂൺ എന്ന് പറയുന്നത് 25 മില്ലി ആണ്. അതുകൊണ്ട് 100 മില്ലി വെള്ളം ചേർത്തു. ഇനി ഇത് കുറഞ്ഞത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ജലാറ്റിൻ ബ്ലൂമിംഗ്. ഇത് ബ്ലൂം ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം. 5 മുതൽ 6 പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് നമ്മളിന്നിവിടെ കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 3 കപ്പ് ചിരകിയ തേങ്ങയും 2 കപ്പ് ചെറു ചൂടോടുകൂടിയ പാലും എടുത്തിട്ടുണ്ട്. അതായത് 1/2 ലിറ്റർ പാല്. പാൽ ആവശ്യമെങ്കിൽ ഒന്ന് തിളപ്പിച്ച ശേഷം ചൂട് കുറയുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വെള്ളത്തിന് പകരം ചെറു ചൂടോടുകൂടിയ ഈ പാലൊഴിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അതിനായിട്ട് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചെറു ചൂടുള്ള പാലിൻ്റെ പകുതി, അതായത് 1 കപ്പ് പാല് ചേർക്കുക. ഇനി ഇത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. കൂടുതൽ അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ പാലൊഴിച്ച് പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാൽ ഉപയോഗിച്ച് തന്നെ വേണം ഈ പുഡിംഗ് തയ്യാറാക്കാൻ. ഇതിന് പകരം റെഡിമെയ്ഡായിട്ട് വരുന്ന കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് പൗഡറോ ഉപയോഗിച്ച് ഈ റെസിപ്പി ചെയ്താൽ നന്നാവില്ല. ഒരിക്കൽ പിഴിഞ്ഞെടുത്ത തേങ്ങയിലേക്ക് ബാലൻസ് ഉള്ള 1 കപ്പ് പാല് കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. പിന്നീട് വീണ്ടും 1 പ്രാവശ്യം കൂടി പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെ പിഴിഞ്ഞെടുത്ത പാല് ഒരിക്കൽ കൂടി നന്നായിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. നന്നായിട്ട് ഇളക്കി പഞ്ചസാര ലയിപ്പിക്കുക. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപയോഗിച്ചാൽ പാകത്തിനുള്ള മധുരമായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം ക്രമീകരിക്കുക. നമ്മൾ നേരത്തെ ബ്ലൂം ചെയ്യാൻ വെച്ച ജലാറ്റിൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതിനെ ഒരു 15-20 സെക്കൻഡ് നേരം മൈക്രോവേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൈക്രോവേവ് ഇല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ജലാറ്റിനെ ഈ പാത്രത്തോടു കൂടി തന്നെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഇളക്കി മെൽറ്റ് ചെയ്തെടുക്കുക. ഏത് രീതിയിൽ ചെയ്താലും ജലാറ്റിൻ തിളയ്ക്കാൻ പാടില്ല, ഒന്ന് നന്നായിട്ട് ചൂടാക്കുകയേ ചെയ്യാവൂ. ഞാനിവിടെ ജലാറ്റിൻ മൈക്രോവേവ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ മാറി നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ചേർക്കാം. പാൽ ഇതുപോലെ ഇളക്കിക്കൊണ്ട് വേണം ജലാറ്റിൻ ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് ജലാറ്റിന് പകരം ചൈന ഗ്രാസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ റെസിപ്പിയിൽ ചൈന ഗ്രാസ് ചേർക്കാൻ പറ്റില്ല. കാരണം തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് നമ്മളിത് ചൂടാക്കുന്നില്ല. ചൂടാക്കിയാൽ മാത്രമേ ചൈന ഗ്രാസ് ചേർക്കാൻ പറ്റുകയുള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. പുഡിംഗ് സെറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രമോ മോൾഡോ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഇതുപോലുള്ള ഒരു സിംഗിൾ ട്രേയിൽ മുഴുവൻ പുഡിങ്ങും ഒന്നിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. അതല്ലെങ്കിൽ ഓരോരുത്തർക്കും സെർവ് ചെയ്യാവുന്ന തരത്തിൽ ഇൻഡിവിജ്വൽ ഗ്ലാസ്സിലോ മോൾഡിലോ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് 3 മുതൽ 4 മണിക്കൂർ നേരം വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. തേങ്ങയുടെ ഫ്ലേവർ ഒരു മൈൽഡ് ഫ്ലേവർ ആയതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ മറ്റ് കറികളുടെയൊക്കെ ഫ്ലേവർ ഇതിലേക്ക് പടരാൻ സാധ്യതകളുണ്ട്. പുഡിംഗ് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിനുള്ള ഒരു ടോപ്പിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത കാഷ്യൂനട്ട്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇത് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്യാൻ. ഇതായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം അല്പനേരം കൂടി ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഇത് കൂടുതൽ റോസ്റ്റ് ആവാൻ സാധ്യതകളുണ്ട്. ആവശ്യമെങ്കിൽ ഈ ടോപ്പിംഗ് അല്പം കൂടുതലുണ്ടാക്കി എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് 8-10 ദിവസം വരെയൊക്കെ നിങ്ങൾക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. സെറ്റ് ചെയ്യുന്നതിനായി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പുഡിംഗ് ഏകദേശം 4 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടോപ്പിംഗ് ചേർക്കാം. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വേണം ഈ പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കേണ്ടതും അതിൽ ടോപ്പിംഗ് ചേർക്കേണ്ടതും. എങ്കിൽ മാത്രമേ ഈ ടോപ്പിങ്ങിന് ഒരു ക്രഞ്ചിനെസ് കിട്ടുകയുള്ളൂ. ഈ ടോപ്പിങ്ങിന് പകരമായിട്ട് വേണമെങ്കിൽ കടല മുട്ടായി ക്രഷ് ചെയ്ത് ചേർക്കുകയോ അതല്ലെങ്കിൽ എള്ളുണ്ട ക്രഷ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം 30 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചും പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് 3-4 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തേങ്ങ എല്ലാ രാജ്യത്തും കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങളെല്ലാവരും ഈ കോക്കനട്ട് പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.